കൊച്ചിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം വേണമെന്ന് കോടതി. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കാനകളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിന് കാരണം പ്രത്യേക സാഹചര്യമാണെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കാനകളുടെ ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു ഇക്കാര്യത്തിൽ? കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹൈക്കോടതി ഹർജി പരിഗണിക്കുകയും നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഉണ്ടായത് ഒരു അസാധാരണ സാഹചര്യമാണ് എന്ന് കോടതി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ പല പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും കാനകളിൽ മാലിന്യം നീക്കി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും, അതായത് രാവിലെ മാലിന്യം നീക്കി കഴിഞ്ഞാൽ രാത്രിയോടുകൂടി വീണ്ടും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ കൂടി സഹകരണം കൂടിയേ മതിയാകൂ എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ ഇപ്പോൾ നിലവിലുണ്ടാകുന്ന ഫ്ലഡിങ്ങിന് ജനങ്ങളെ കൂടി കുറ്റം പറയേണ്ടി വരും എന്നുള്ള കാര്യം കോടതി വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അവബോധം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുകയും വേണം എന്നുള്ളതാണ് കോടതി പ്രധാനമായും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നലെ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെ, അതായത് കളമശ്ശേരി ആ ഭാഗങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് ഉയരാനുള്ള കാരണം ഇടപ്പള്ളിയിലെ തോട് ശുചീകരിക്കാത്തതാണ് എന്നുള്ള കാര്യം അമിക്കസ് ക്യൂറി ഇന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തോടിന്റെ ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കൊച്ചിയിലെ തന്നെ സിറ്റിയിൽ പ്രധാനമായ ഹോട്ട്സ്പോട്ടുകളായുള്ള ചില സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് ജോസ് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ദ്രുതഗതിയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശമാണ് ഹൈപ്പവർ കമ്മിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ കളക്ടറെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടി സംവിധാനത്തിനോടൊപ്പം നിൽക്കണം എന്നുള്ള കാര്യം കോടതി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ PNT കോളനിയിൽ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്നവരാണ്. അവരെ ഫ്ളാറ്റിലോട്ട് മാറ്റി പാർപ്പിച്ചിട്ടും അവരുടെ ഫ്ളാറ്റിൽ ചോർച്ച ഉണ്ടായ കാര്യം ഇന്ന് അമിക്കസ് ക്യൂറി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അത് നിർഭാഗ്യകരമായ കാര്യമാണ് എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത്തരം സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ കൂടി അത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി കോടതി വാക്കാൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും മറ്റന്നാൾ കൊച്ചിയിലെ സാഹചര്യം കോടതി വീണ്ടും വിലയിരുത്തും. മൺസൂൺ വരികയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ വേണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ശരി ഷംന. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.